بسم الله الرحمن الرحيم واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا. വിശുദ്ധ നബിയേ വസ്ബിർ നഫ്സക്, അങ്ങയുടെ ശരീരത്തെ ക്ഷമ പഠിപ്പിക്കണേ നബിയെ, ക്ഷമിക്കാൻ പറയണം ശരീരത്തോട്. مع الذين يدعون ربهم بالغداة والعشي, രാവിലെയും വൈകുന്നേരവും മുഴുസമയവും അല്ലാഹുവിന്റെ ഇബാദത്തിലും സ്മരണയിലും കഴിയുന്നവരോടുകൂടെ, നല്ലവരായ മനുഷ്യരോടുകൂടെ, സജ്ജനങ്ങളോടുകൂടെ ക്ഷമിച്ചു കഴിയണം നബിയേ. അല്ലാഹുവിന്റെ വജ്ഹാണ് ഉദ്ദേശം, അല്ലാഹുവിന്റെ കൂലി കിട്ടലാണ് ലക്ഷ്യം. അത് വെച്ചുകൊണ്ട് നബിയെ ക്ഷമിക്കണം, അങ്ങ് ശരീരത്തോട് ക്ഷമിക്കാൻ ശീലിപ്പിക്കണം. വലാ തുതിഅ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ, ചില ശരീരങ്ങളെ, ചില ഹൃദയങ്ങളെ നമ്മുടെ സ്മരണയിൽ നിന്ന് നാം മറപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. അത്തരക്കാരുടെ കൂടെ നടക്കരുത് നബിയേ. എന്താണോ ശരീരത്തിന്റെ ഇഷ്ടം അത് ചെയ്ത് നടക്കുന്നവരുണ്ട്, അവരുടെ കൂടെ നടക്കല്ലേ നബിയേ. അവനെ കല്ലെടുക്കുന്നതാണ്, പെണ്ണിന്റെ പിന്നാലെ നടക്കണം എന്ന് പറഞ്ഞാൽ അത് ചെയ്യും. ഉറങ്ങുന്ന പറഞ്ഞ നിസ്കാരമില്ല, നോമ്പില്ല, അള്ളാനെ പറ്റി സ്മരണയില്ല, ഇങ്ങനെ ആടിപ്പാടി നടക്കുക. തന്റെ കാര്യങ്ങൾ മുഴുവൻ താറുമാറാണ്, ഒരു സ്ട്രക്ചർ ഇല്ലാതെ, ജീവിതത്തിന്റെ ഘടനയില്ലാതെ, ജീവിതത്തിന്റെ ഒരു നിർവാഹമില്ലാതെ, ഒരു അച്ചടക്കമില്ലാതെ ജീവിക്കുന്നവരോടൊപ്പം നടക്കരുത് നബിയേ. നിങ്ങൾ സജ്ജനങ്ങളുടെ കൂടെ നടക്കണം നബിയേ. സൂറത്തുൽ കഹ്ഫിലാണ് അല്ലാഹു ഹബീബിനോട് ഈ വിഷയം പറയുന്നത്. ഇതൊരു വലിയ ആവശ്യമാണ്. മക്കൾക്ക് നല്ല നല്ല മാതൃകയുള്ള ആളുകൾ ഉണ്ടാകുന്നത്. നല്ലവരോടൊപ്പം ക്ഷമിക്കണേ. അതിന്റെ കാര്യം എന്താണെന്നറിയോ, നല്ലവരല്ലാത്തവരൊപ്പം വല്ല ക്ഷമിക്കേണ്ട ആവശ്യമുണ്ടല്ലോ. ഓനൊപ്പം പോയ സിനിമക്ക് കുറച്ച് കളിക്ക്, പിന്നെ കുറെ പാട്ട്, പിന്നെ കുറെ സിനിമ, പിന്നെ കൊണ്ട് ക്ഷമിക്കണ്ടാവും. ശരീരത്തിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ചെയ്യാൻ ഈ കൂട്ടത്തിൽ നടക്കുന്നു. അല്ലാത്തൊരു വിക്ര കഴിഞ്ഞ ഒരു സ്വലാത്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും നല്ല കാര്യം, പിന്നെ അങ്ങോട്ട് എവിടെയെങ്കിലും ഒരു സിയാറത്തോ ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിലേക്ക് രോഗിയെ സന്ദർശിക്കുന്നത്, ഇതിനൊക്കെ നല്ല ക്ഷമിക്കേണ്ടി വരും. നമ്മുടെ ശരീരത്തിന്റെ പ്രകൃതി അതിനെതിരാണ്. അതിന് അല്ലാഹുവിനെ നമ്മളെ തന്നെ കീഴ്പ്പെടുത്തി കൊടുക്കണം, ക്ഷമിക്കണം റബ്ബിന് വേണ്ടി. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ ജയിലിൽ അടക്കപ്പെട്ട സമയം മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ ഖൽഖുൽ ഖുർആൻ വിഷയത്തിൽ നേരത്തെ പറഞ്ഞുവല്ലോ, ഖുർആൻ സൃഷ്ടിയല്ല, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. അല്ലാഹുവിന്റെ ദാത്തിന്റെ കൂടെയുള്ള സിഫത്തുകളിൽപ്പെട്ട സിഫത്താണ് അല്ലാഹുവിന്റെ സംസാരം, റബ്ബിന്റെ കലാം. ഇത് വാദിച്ചപ്പോ അല്ല എന്ന് പറയിപ്പിക്കാൻ അവിടുത്തെ ഭരണാധികാരിയും അവിടുത്തെ അന്നത്തെ പണ്ഡിതന്മാർ, ബിദ്അത്തിന്റെ പണ്ഡിതന്മാർ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ചാട്ടമാറുകൊണ്ട് ഇരിക്കാൻ തുടങ്ങി. ഇങ്ങനെ തടിയെന്നറിയോ, ചില അടി കണ്ടിട്ട് മഹാനായ അഹ്മദ് റളിയല്ലാഹു അൻഹു മെലിഞ്ഞിട്ടായിരുന്നു. ബഹുമാനപ്പെട്ടവർ താഴെ വീണ് ബോധം കെട്ടുകൊണ്ടിട്ടുണ്ട്. അടിയുടെ ആഘാതം കാരണം ബോധം കെട്ടുവീണു. അങ്ങനെ തടിയടിച്ചു. അപ്പോഴിങ്ങനെ പറയും അഹ്മദ് റളിയല്ലാഹു അൻഹു, അല്ലാഹുമ്മ അർഹംനി മുഅ്തസിം ബില്ലാഹ്, പുറത്തു കൊടുക്കേ അല്ലാഹുവേ, മുഅ്തസിമിനെ റഹ്മത്ത് ചെയ്യേ. ആരാ മുഅ്തസിം? ബഹുമാനപ്പെട്ടവരെ അടിക്കണമെന്നും ജയിലിൽ അടക്കണമെന്നും ഉത്തരവിട്ട ഭരണാധികാരി. ആളുകൾ ചോദിച്ചു, അഹ്മദ് എന്നവരെ നിങ്ങൾ അടിച്ച ആളോട്, ആ ഭരണാധികാരിക്ക് ഖൈറ് ചെയ്യണേ നിങ്ങൾ ദ്വാരക്കേ. പറഞ്ഞു, മുഅ്തസിം ആള് മോശക്കാരനാണ് എന്നൊക്കെ നമുക്ക് തോന്നിയാലും അല്ലാഹുവിന്റെ റസൂലിന്റെ ചോര ശരീരത്തിൽ ഓടുന്ന ഒരു തങ്ങളല്ലയോ. അതാ പറഞ്ഞു, തങ്ങളല്ലേ. ബിദ്അഈ പക്ഷത്താണ്,
എന്നാൽ തന്നെയും നബിയുടെ ശരീരത്തിൽ ഓടിയ ചോരയുടെ അംശം നിബിതങ്ങളുടെ പേരക്കുട്ടിയായി വണ്ണം മുഅ്തസിമിന്റെ ശരീരത്തിൽ ഓടുന്നുണ്ടല്ലോ. അതുകൊണ്ട് മുഅ്തസിമിന് ഞാൻ കാരണം അല്ലാഹുവിന്റെ കോപമുണ്ടാവരുത്, മുഅ്തസിമിന് ഞാൻ പുറത്തു കൊടുക്കുന്നത് നാളെ അവരുടെ വല്യുപ്പയായ ഹബീബായ നബി തങ്ങളുടെ ശഫാഅത്ത് കിട്ടാൻ കാരണമാകുമല്ലോ. അതുകൊണ്ടാണ് എന്നെ അടിക്കാൻ പറഞ്ഞ മുഅ്തസിമിന് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നത് എന്ന് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു സാധാരണക്കാരോട് പറയാൻ മനസ്സിലാക്കി തരികയാണ്. നിങ്ങളുടെ പാർട്ടി ഏതായിക്കോട്ടെ, രാഷ്ട്രീയ പാർട്ടി എന്തായിക്കോട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽ വന്ന സയ്യിദന്മാരെ അന്നന്മാരെ കുറിച്ച് പറയണ്ട. ആരാ പാണക്കാട് ഇതൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമാണത്. ആരാണ് സയ്യിദന്മാരെന്ന് പറയണ്ട. രാഷ്ട്രീയത്തിനുള്ള വൈരാഗ്യം കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽ വന്ന സയ്യിദ് കുടുംബങ്ങളെ ചീത്ത പറഞ്ഞു പോവല്ലേ. അഹ്മദ് റളിയല്ലാഹു അൻഹുവിനെ അടിക്കാൻ ഉത്തരവിട്ട ആൾക്ക് വേണ്ടി ഓരോ അടി കൊള്ളുമ്പോഴും ദുആ ചെയ്തിട്ട് ഈ മഹാൻ പറഞ്ഞ വാക്ക് നമുക്ക് മാതൃകയാണ്. മുഅ്തസിമിന് പറഞ്ഞു കൊടുക്കണേ അല്ലാഹ്. എന്തിനാണെന്നറിയോ? മുഅ്തസിമിന്റെ വല്യപ്പാക്കത് കാണുമ്പോൾ ഇഷ്ടമാവും. ആ വല്യപ്പയാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. എന്റെ പേരക്കുട്ടിക്ക് പൊറുക്കലിനെ ചോദിച്ചുവല്ലോ. ആ കാരണം കൊണ്ടെങ്കിലും ഈ അഹ്മദ് ബിൻ ഹംബലിന് അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് കിട്ടിയെങ്കിലോ. എന്നിട്ട് ആ സയ്യിദ് കുടുംബത്തിൽ പിറന്ന ഭരണാധികാരിക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുത്തിട്ടുണ്ട് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. അല്ലാഹു ആളുകൾക്കൊക്കെ ബോധം കൊടുക്കട്ടെ. രാഷ്ട്രീയം തലയിൽ കയറുമ്പോഴേ വേറെ പാർട്ടിക്കാരാകുമ്പോൾ അങ്ങനെ കുറ്റം പറയണ കൂട്ടില്ല. രാഷ്ട്രീയം അല്ലാത്തവരും പറയുമ്പോഴാണ് വലിയ ഇറങ്ങാറ്. രാഷ്ട്രീയക്കാരെ പറയുമ്പോൾ രാഷ്ട്രീയം തലയിൽ കയറിയിട്ടാന്ന് വിചാരിക്കുക. ദീനും ഇൽമും ഇവരൊക്കെ ഉള്ള ആളുകൾ സയ്യിദ് കുടുംബങ്ങളെ വിശേഷിച്ച് പാണക്കാട് കുടുംബത്തെയൊക്കെ തരം താഴ്ത്തി പറയുമ്പോ അത് വലിയ വേദനയാണ്. വിവരമില്ലാത്തത് കൊണ്ടാണ്. അല്ലാഹു കൊടുത്തു കൊടുക്കട്ടെ. സയ്യിദന്മാർ അവർക്ക് സ്ഥാനമുണ്ടല്ലോ. അവരല്ലാഹുവിന്റെ ഹബീബിന്റെ ചോരയുടെ അംശം ആ ശരീരത്തിൽ ഓടുന്നില്ലേ എന്ന് മനസ്സിലാക്കുക. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന് അടികിട്ടുന്ന അടിയുടെ ആഘാതം കണ്ടപ്പോ, അടിയുടെ വിഷമം കണ്ടപ്പോ ബഹുമാനപ്പെട്ടവരുടെ അരികത്തേക്ക് അബൂ ഇസ്ഹാഖ് എന്ന് പറയുന്ന ശിഷ്യൻ കടന്നു വന്നിട്ട് പറഞ്ഞു, ഇമാം അവറുകളെ, നിങ്ങൾ കാണിക്കുന്ന ഈ ത്യാഗം എന്തിനാണ് അടികൊള്ളുന്നത്? അഹ്മദ് ബിൻ ഹംബൽ എന്നവരെ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, സൃഷ്ടാവിന്റെ കലാമല്ല. ഇത് പറയണമെന്നല്ലേ അവർ പറയുന്നത് നിങ്ങളോട്? അങ്ങ് പറഞ്ഞു കൊടുത്തൂടെ? അവർക്ക് വേണ്ടി നിങ്ങളുടെ കൽബിൽ മറ്റൊന്നാണ്, അത് കൽബിൽ വെച്ചുകൊണ്ട് നാമ കൊണ്ടെന്ന് സമ്മതിച്ചു കൊടുത്തൂടെ? എന്നാൽ ഈ ജയിലിൽ കിടക്കേണ്ട ആവശ്യമുണ്ടോ? ഈ അടികൊള്ളേണ്ട കാര്യമുണ്ടോ? നിങ്ങളുടെ കുട്ടികളുടെ കൂടെ പോയി ജീവിച്ചൂടെ? അത് പറഞ്ഞു. അബൂ ഇസ്ഹാഖ് റഹിമഹുല്ലാഹ് ശിഷ്യനാണ്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അപ്പൊ എന്റെ ഉമ്മത്തിലേക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? എന്റെ സമൂഹത്തിന് എന്ത് സംഭവിക്കും? പിൽക്കാലത്ത് വരാൻ പോകുന്ന ആളുകൾ എന്താണ് അവർക്ക് സംഭവിക്കുക? നോക്കണം, കുടുംബത്തെയല്ല ചിന്തിക്കുന്നത്. എന്റെ ഉമ്മത്തെ ഞാൻ എന്റെ നാമുകൊണ്ട് വിശുദ്ധ ഖുർആൻ സൃഷ്ടിയാണ്, അല്ലാഹുവിന്റെ ദാത്തിന്റെ ഭാഗമായ സിഫത്തല്ല എന്ന് ഞാൻ എന്റെ നാവുകൊണ്ട് പറഞ്ഞാൽ, ഇവർക്ക് വേണ്ടി പറഞ്ഞാൽ, കൽബിലെ സൃഷ്ടി അല്ലാഹുവിന്റെ സൃഷ്ടിയല്ലെന്ന് തന്നെ ഇവർക്ക് വേണ്ടി ഞാൻ സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ ജയിലിൽ ഞാൻ രക്ഷപ്പെട്ടേക്കും. പക്ഷേ ഞാൻ പറഞ്ഞ വാക്കുകൾ പിൻഗാമികൾ വായിച്ചു പഠിക്കുമ്പോ അല്ലാഹുവിന്റെ കലാമ സൃഷ്ടി തന്നെ എന്ന് ഞാൻ പറഞ്ഞു പോയത് എന്റെ കൽബിനുള്ളത് എന്തോ എന്നവർക്കറിയാതെ ഞാനൊരു തെറ്റ് ഇവരെ പഠിപ്പിക്കുന്ന അവസ്ഥ വരില്ലേ? അത് അപകടമല്ലേ? അല്ലാഹുവിന്റെ സിഫത്തിൽപ്പെട്ട ഒരു സിഫത്തിനെ തരംതാഴ്ത്തുന്ന അവസ്ഥ വരില്ലേ? അതുകൊണ്ട് ഞാൻ പറയില്ല, അവരടിച്ചോട്ടെ, അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, ഞാനത് ക്ഷമിക്കുകയാണെന്ന് പറഞ്ഞ് ഓരോ നേരത്തെയും അടികൊണ്ട് തലകറങ്ങി വീഴുമായിരുന്ന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഹഖിന് വേണ്ടി ക്ഷമിച്ചു, സഹിച്ചു. എന്താണ് ആ ത്യാഗമൊക്കെ? അതുകൊണ്ട് പറഞ്ഞ പോലെ ഞാൻ പിൻവലിച്ചു എന്ന് പറഞ്ഞാൽ തീർന്നു. വേണ്ട, നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയാണ്. ഇത് പറഞ്ഞപ്പോ സാധാരണക്കാരൊക്കെ പറയലോ ഒരു മറുപടി,
അബൂ ഇസ്ഹാഖ് എന്നവർ പറഞ്ഞു, ഉമ്മത്തിനെ പറ്റി പേടിക്കണ്ട അഹ്മദ് ബിൻ ഹംബൽ എന്നവരെ, നിങ്ങളുടെ കാലം കഴിഞ്ഞാലും ഈ ഉമ്മത്തിന് അള്ളാഹു ഏറ്റെടുക്കുമല്ലോ. അവർ തെറ്റിദ്ധരിക്കുന്നോ, അവർ തെറ്റ് പഠിക്കുമെന്നോ, ഇതൊന്നും നിങ്ങൾ പേടിക്കണ്ട. ഉമ്മത്തിന്റെ വിഷയം അള്ളാഹു ഏറ്റെടുക്കുമല്ലോ എന്ന് അഹ്മദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ പറഞ്ഞു, ഇൻകാന ഹാദാ ഫഹ്മത് في حياتك فستعيش مرتاحا. അബൂ ഇസ്ഹാഖേ, ഉമ്മത്തിനെ അള്ളാഹു നോക്കിക്കൊള്ളും, നിങ്ങളെ തടി നോക്കിയാൽ മതി എന്നാണ് നിങ്ങളുടെ പോളിസി എങ്കിൽ നിങ്ങളങ്ങനെ ജീവിച്ചോ, ഞാനതിനില്ല, എന്നതിന് കിട്ടില്ല എന്ന് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു. ഇതാണ് മാതൃക. അല്ലാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. ഹക്കിന് വേണ്ടി ക്ഷമിക്കുക, ഭയങ്കരമായ ക്ഷമ. ആൾക്കാർ കളിയാക്കിയെന്ന് വരും. ഹിജാബ് ഇല്ലാതെ അച്ചടക്കമുള്ള വസ്ത്രം ധരിക്കാതെ നടക്കുന്ന പെൺകുട്ടികൾക്കിടയിൽ നമ്മുടെ മക്കൾ കോളേജിൽ പഠിക്കുമ്പോ മക്കൾക്ക് ക്ഷമിക്കേണ്ടി വരും. ഞാൻ മാത്രമൊരു വ്രതക്കാർ, എന്തിനാ എനിക്ക് ഇവരെ പോലെ ടൈറ്റ് ജീൻസും ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ചെത്തിപ്പൊളിച്ച് നടന്നൂടെ എന്ന് പെൺകുട്ടികൾക്ക് തോന്നി. ചെറുപ്പക്കാർക്ക് തോന്നും, ഞാൻ എന്തിനാ ഒരു ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ലാതെ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു മണ്ടനായിട്ട് നടക്കുന്നത്, കൂടുള്ളവരെ കണ്ടില്ലേ ആസ്വദിക്കണേ, എനിക്കും ആയിക്കൂടെ. ക്ഷമിക്കാൻ പറ. ഹക്കിന് വേണ്ടിയാണ്, അല്ലാഹുവിന് വേണ്ടിയാണ് ക്ഷമിക്കുന്നത്. ക്ഷമിക്ക്, ഖൽബിനെ ഉറപ്പിച്ചു നിർത്ത്. പതറല്ലേ. 1000 ഇരുട്ടിന്റെ കൂടെ ഉണ്ടെങ്കിലും എന്റെ ഖൽബിലെ വെളിച്ചം നഷ്ടപ്പെടുത്തില്ലേ. ആ വെളിച്ചം ഒരു വലിയ മഹാവെളിച്ചമായി മാറി ഒരുപാട് ആളുകൾക്ക് നന്മ ലഭിച്ചേക്കും എന്ന ചിന്തയിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് ക്ഷമ വേണ്ടി വരും, നമ്മുടെ ചെറുപ്പക്കാരികൾക്ക് ക്ഷമ വേണ്ടി വരും, കച്ചവടക്കാർക്ക് വേണ്ടി വരും. ഡ്യൂപ്ലിക്കേറ്റ് സാധനം നല്ലതാ ജെന്യൂനാന്ന് പറഞ്ഞ് വിറ്റിട്ട് ഇഷ്ടം പോലെ കാശുണ്ടാക്കുന്ന കണക്കോടെ സ്വാമേ, ഞാൻ ഈ ഹക്കും വാത്തിൽ നോക്കി എന്റെ കട പൊളിഞ്ഞു, ഇനി വേണോ, എനിക്കും തുടങ്ങിക്കൂടെ ഈ ഡ്യൂപ്ലിക്കേറ്റ് ബിസിനസ് എന്നൊക്കെ തോന്നിയ തോന്നലും ഇങ്ങനെ നഫ്സിനോട് ക്ഷമിക്കാൻ വേണ്ടി പറ. തിന്മ എന്ത് തന്നെയാണെങ്കിലും അത് കുമിള പോലെ വന്ന് പൊട്ടിപ്പോകാനുള്ളതാണ്. നന്മ അത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. ഈ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉമ്മത്തിന് നന്മ തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ്.